പിന്നെ ഈ മൂവിയിൽ എടുത്തു പറയേണ്ട രണ്ടാമത്തെ കാര്യം എൻ്റെ ഡയറക്ഷനാണ്. ശ്രീരാജ് ശ്രീനിവാസൻ പുള്ളി പറയുന്നത് എനിക്കിത് സൈൻ ഓഫ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി പുള്ളിയുടെ ഡയറക്ഷൻ മേക്കിംഗ് ആക്ച്വലി ഓരോ ഷോർട്സുകളൊക്കെ പുള്ളി ചെയ്തിരിക്കുന്നത് ഷാജുഖാൻ എന്നാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ആംഗിൾ ഈ ഓരോ ആക്ടർ പെർഫോം ചെയ്യുമ്പോഴുള്ള ഓരോ ആംഗിളും കാര്യങ്ങളൊക്കെ അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഞാൻ 2 വർഷം മുമ്പ് ഒരു തൂമ്പ എന്ന് പറഞ്ഞൊരു മൂവി ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ഷോർട്ട് ഫിലിം എനിക്ക് സജസ്റ്റ് ചെയ്തത്. എനിക്ക് എൻ്റെ ദുബായിലുള്ളൊരു ഫ്രണ്ടായിരുന്നു. കണ്ട അവനെല്ലാം ഷോർട്ട് ഫിലിം കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എൻ്റെ അൻവർ ഷീദ് പോലൊരു ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. പുള്ളി ഒരു തൂമ്പ പോലൊരു ഷോർട്ട് ഫിലിം ചെയ്തൊരു വ്യക്തിയെ കൊണ്ട് ഒരു വലിയൊരു ബിഗ് സ്ക്രീനിലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി അൻവർ ഷീദ് എന്ന ഡയറക്ടറോട്. ആക്ച്വലി ഇതുപോലെ നല്ല നല്ല ഷോർട്ട് ഫിലിം ചെയ്യുന്ന വ്യക്തികൾ, ഡയറക്ഷൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അഭിനയിക്കുന്ന ആളുകളായിരിക്കാം, അവർക്കൊക്കെ നല്ലൊരു പ്രചോദനമാകട്ടെ ഈ മൂവിയെന്ന് ഞാൻ ആശംസിക്കുന്നു. ആക്ച്വലി എൻ്റെ ഡയറക്ഷൻ എനിക്ക് പുള്ളി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഓരോ ഷോർട്സും കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിരിക്കുന്നത് എനിക്ക് നല്ലൊരു പ്രചോദനം ചെയ്തിരിക്കുന്ന സംഭവം. അതിൻ്റെ VFX വർക്കൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താ പറയുക, ആ ഷാപ്പും സാധനം സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ഷാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെമിറ സൺഷ കോസ്റ്റ്യൂംസ് എടുത്തു പറയേണ്ടതാണ്. ഓരോ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത് നല്ല ഇതായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെമിറ സൺഷിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളിക്കാരുടെ റേഞ്ചിൽ നിന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഡിസൈനറാണ് സെമിറ സൺഷ. അതുപോലെ മഷാർ ഹംസ എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈനറുണ്ട്, വർത്തനിലൊക്കെ ചെയ്തതാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒട്ടുമിക്ക മൂവീസിലും പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് നല്ലതായിട്ട്. അതുപോലെ ഇതിൽ ആക്ച്വലി തല്ലുമാല മൂവി, ഞാൻ ഈ പ്രാവിൻകോട് ഷാപ്പിൻ്റെ റിവ്യൂ ഞാൻ ഇവകല്ല ഞാൻ പറഞ്ഞപ്പോൾ വന്നു പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.